ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ മിക്സഡ് വെജിറ്റബിൾ തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തോരൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ തോരന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം പകുതി ക്യാബേജ്, ചെറിയൊരു ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 5 ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത്ര കഷ്ണങ്ങളാണ് ഇതിലിടുന്നത്. പിന്നെ നമ്മൾ ഇടുന്നത് തേങ്ങ, അതൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കറിവേപ്പിലയുടെ കണ്ടെടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഒരു ഇഞ്ചി എടുക്കുക. പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് എടുക്കുക. ഒരു ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക്, പിന്നെ നമുക്ക് കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം. ഇത്ര കൂട്ടാണ് നമ്മുടെ ഈ വെജിറ്റബിളിന് തോരന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ തോരൻ ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകണം. കഴുകിയതിൻ്റെ ശേഷം നമുക്ക് നുറുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചരണ്ടി കളയാം. ഓണാകുമ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇതിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പച്ചക്കറി തോരൻ ഉണ്ടാക്കിയത് നല്ലതാണ്. ഒരു കഷ്ണം തന്നെ ഇട്ടിട്ട് തോരൻ വെക്കുന്നതിലൊക്കെ നല്ലതാണ്. നമ്മളിങ്ങനെ വെജിറ്റബിൾ എല്ലാതും കൂടി ഇട്ടിട്ട് തോരൻ വെക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയോളൂ. ഈ ബീൻസിൻ്റെ ഒരു ഞാരുണ്ടാവും, അതൊന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. ഈ തുമ്പത്തുനിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ 2 തുമ്പത്തുനിന്ന് നമ്മുടെ വെജിറ്റബിളൊക്കെ വെള്ളത്തിലിട്ടുണ്ടാവും. നന്നായി കഴുകിയിട്ട് നമുക്ക് വരാം കേട്ടോ. അത് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് നോക്കാം കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കാം. ഇത് മൂക്കാത്ത ബീൻസൊക്കെ ഇട്ടോളൂ കേട്ടോ. മൂത്തതാവുമ്പോൾ നമുക്കത് വെന്ത് കിട്ടാനും പിന്നെ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മുടെ ക്യാരറ്റ് ഇതേപോലെ തന്നെ ചെറുതായിട്ട് നോക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. നമ്മളെല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാതും ഒരേ നല്ല വേവായിട്ട് കിട്ടും. ഇനി നമ്മുടെ ക്യാബേജ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഈ കനം കൂടിയ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സവാള ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുക്കാം. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞോളാം. നമ്മുടെ പച്ചമുളക് ഇതേപോലെ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്തോളാം കേട്ടോ. അതിന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ചെറുതായാലും നല്ല എരിവുള്ള പച്ചമുളകാണ്, അതാണ് ഞാനൊരു 5 എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വലിയ പാത്രത്തിലേക്ക്. അപ്പോൾ ഞാൻ ബീൻസ് ഇട്ടു, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവാള അതും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നാളികേരം കുറച്ചധികം ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി,
പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി ഇട്ടിട്ട് പിന്നെ നമുക്ക് കറി ചൂടുന്നതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തുണ്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കൂട്ടി തിരുമ്പി വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അത് നന്നായി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പി വയ്ക്കാം. അപ്പം എല്ലാ പച്ചക്കറികളാകുമ്പോൾ കണ്ട പല കളറുകളായിട്ട് വരുമ്പോൾ നമ്മുടെയൊക്കെ വളരെ നല്ല ഭംഗി, കാണാനും ഭംഗിയ, കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ വെജിറ്റബിളൊക്കെ നമ്മൾ കൂട്ടി തിരുമ്പി നന്നായി വെച്ചിട്ടില്ലേ, ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് ഇനി ഇത് കറി വെക്കാൻ നോക്കാം. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചത് കേട്ടോ. അപ്പം നന്നായി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഒന്ന് നെയ്യ് നിന്നോളൂ കേട്ടോ. ഇപ്പം ചെറുക്കിനൊക്കെ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാം. ഒരു വിധം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നന്നായി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു തീയേ വേണ്ടതിന്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, മൂടി തുറന്നിട്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാളികേരമൊക്കെ ഉള്ള കാരണം അടിയെ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പച്ചക്കറി ഒന്ന് വെന്തോന്ന് നോക്കിയോളാം അടിക്കാം. അപ്പം എരിവും ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു വേവായിട്ടുണ്ടെന്ന് ഇത്തിരി കൂടി നേരം ഒന്ന് മൂട്ടിയിട്ട് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മൾ മൂടിയെ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ തീ ഒന്ന് കൂട്ടിയിട്ടോ, അത് ചെറുതായിട്ട് ഇങ്ങനെ നനവ് പോലെ തോന്നണില്ലേ, അത് വേഗം തന്നെ വറ്റി കിട്ടും. ഇനി മൂടി വെക്കണ്ട കേട്ടോ. അപ്പം ഇവിടെ തോരൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് വെള്ളം പൊട്ടണ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫാക്കാം. എന്നിട്ടിത് നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള സ്പെഷ്യൽ വെജിറ്റബിൾ തോരൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.